അള്ളാഹുവിൻ്റെ വിധി നമുക്ക് അനുകൂലമാണെങ്കിൽ, അള്ളാഹു തന്ന ഒരു കാര്യം നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മിലേക്ക് തന്നെ വരും. നമുക്കുള്ളതല്ലെങ്കിൽ നമ്മിൽ നിന്ന് തെറിച്ചു പോകും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതിന് ചെറിയൊരു കാര്യം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ എൻ്റെ ഏട്ടൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്, ഞാൻ ഗൾഫിൽ നിന്ന് അന്ന് ഫാമിലി ആയിട്ട് ഉണ്ടായിരുന്നു, ഏട്ടനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഒരിക്കലും അവൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു സാധനം, ഒരു കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞാൻ മുതലാളിയുടെ അടുത്ത് നിന്ന് 500 റിയാൽ അഡ്വാൻസ് ആയിട്ട്, ശമ്പളത്തിൻ്റെ അഡ്വാൻസ് ആയിട്ട് വാങ്ങി. എന്നിട്ട് ഞാൻ ഷോപ്പിലേക്ക് ആ പൈസ എൻ്റെ പോക്കറ്റിലിട്ട് ഷോപ്പിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. സൈക്കിളിൻ്റെ മുകളിൽ പോകുന്നത്. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്, നമ്മളെ ഷോപ്പിൽ നിന്ന് കുറച്ച് പോകാനുണ്ട്. ഒരു 10-15 മിനിറ്റ് സൈക്കിളിൻ്റെ മുകളിൽ പോകണം ആ ഷോപ്പിലേക്ക്, സാധനം വാങ്ങുന്ന ഷോപ്പിലേക്ക്. അങ്ങനെ 500 റിയാലിനെ പോക്കറ്റിലിട്ടു. അതിൻ്റെ മുകളിൽ മൊബൈലും വെച്ചു, പോക്കറ്റിൽ തന്നെ മൊബൈലും വെച്ചു. ആ പോകുന്ന പോക്ക് ഏട്ടൻ വിളിച്ചു, ഞാൻ ഫോൺ സംസാരിച്ചു, പോയിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചു. അങ്ങനെ ഫോൺ കട്ടാക്കി പോക്കറ്റിൽ തന്നെ ഇട്ടു ഫോൺ. അങ്ങനെ ഞാൻ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ 2-3 സിഗ്നലൊക്കെ കഴിഞ്ഞു, എങ്കിലേ ആ ഷോപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. സിഗ്നൽ കഴിഞ്ഞ് ഞാൻ ഒരുപാട് വണ്ടിക്കാർ, ഗൾഫിൽ അറിയാമല്ലോ വിശാലമായ സ്ഥലമാണ്, ഒരുപാട് സിഗ്നൽസ് ഉണ്ടാവും, ഒരുപാട് വണ്ടിക്കാർ വെയിറ്റ് ആയിരിക്കും. അങ്ങനെ ഞാനും കാത്തിരുന്നു. സിഗ്നൽ കത്തി, ഞാൻ ആ ഷോപ്പിലേക്ക് പോയി. അങ്ങനെ ഷോപ്പിൻ്റെ അകത്ത് കയറി സാധനമൊക്കെ പർച്ചേസ് ചെയ്തു. ഒരു ട്രോളിയിലാക്കിയിട്ട് ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ക്യാഷ്യറുടെ അടുത്തേക്ക് പോയി. അയാളെല്ലാം കണക്ക് കൂട്ടി പൈസ ഒരു എമൗണ്ട് പറഞ്ഞു. ഞാൻ പോക്കറ്റ് തപ്പിയപ്പോൾ എൻ്റെ 500 റിയാൽ കാണുന്നില്ല. അപ്പോൾ അടച്ച തമ്പ് തന്നെ കുടുങ്ങിയില്ലേ, എത്ര കാണാണ്ടായിക്ക് 500 റിയാലാണ്. നാട്ടിലെ വെച്ച് കൂട്ടുമ്പോൾ 12,500 മുകളിൽ വരുന്ന ആ പൈസ എൻ്റെ പോക്കറ്റിൽ നിന്ന് മിസ്സായി പോയിന്ന്. എത്ര വേദന ഉണ്ടാവും, എത്ര സങ്കടം ഉണ്ടാവും, എത്ര നെഞ്ചരിപ്പുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കും. വളച്ചാൻ പറയാൻ ആ കേശർ പറഞ്ഞിടാ വന്നെങ്കിൽ നോക്ക്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് എവിടെ വെച്ചേ, എങ്ങനെ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ സാധനം അവിടെ തന്നെ നിൽക്കട്ടെ, ഇൻഷാ അല്ലാഹ് എനിക്കുള്ളതാണെങ്കിൽ ഞാൻ ആ പൈസയും കൊണ്ട് തിരിച്ച് വരും, ഇനി ഞാൻ വന്നില്ലെങ്കിൽ നീ ഈ സാധനം റിട്ടേൺ അടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കേന്ന് പറഞ്ഞ് ഞാൻ സൈക്കിളെടുത്ത് കറങ്ങി ഞാൻ വന്ന വഴിയിലൂടെ തിരിച്ചു പോയി. നോക്കണേ, ഗൾഫാണ്, വിശാലമായ സ്ഥലമാണ്, പരന്ന് കിടക്കുന്ന സ്ഥലവുമാണ്, ഒരുപാട് ആൾക്കൂട്ടമുള്ള സ്ഥലമാണ്. ഒരു 500 പോയാൽ, ഒരു 10 റിയാൽ പോയാൽ തന്നെ, ഒരു റിയാൽ പോയാൽ തന്നെ ആൾക്കാരെടുത്തിട്ട് പോക്കറ്റിലിടും. അങ്ങനത്തെ ഒരുണ്ട്. ഈ പോക്കറ്റിലിടാതെ ആ സൈഡിൽ മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്, അത് വേറെ. അങ്ങനെ ഞാൻ അന്വേഷിച്ച് എൻ്റെ കണ്ണ് താഴോട്ടാ, കണ്ണിപ്പോൾ നമുക്ക് നേരെ നോക്കാൻ പറ്റുമോ, 500 പോയിക്കേ. അങ്ങനെ ഞാൻ താഴെ നോക്കുമ്പോൾ സിഗ്നൽ ശരിക്കും പറയാം, സിഗ്നലിൻ്റെ താഴെ, അഥവാ എല്ലാ വണ്ടിക്കാരും വെയിറ്റ് ചെയ്യുന്ന ആ ഏരിയൻ്റെ താഴെ ഇങ്ങനെ ഞാൻ മടക്കി പോക്കറ്റിൽ എങ്ങനെയാണോ പൈസ വെച്ച് ആ ടൈപ്പിൽ തന്നെ എൻ്റെ പോക്കറ്റിൻ്റെ കിടക്കുക പൈസ. ഒന്നാലോചിച്ചു. ഞാൻ സംഭവം മൊബൈൽ എടുക്കുമ്പോൾ അവിടെ പൈസ വീണ് പോയതാണ്, ഞാൻ അറിയില്ലായിരുന്നത്. ഏട്ടൻ വിളിച്ചപ്പോൾ മൊബൈൽ എടുത്തപ്പോൾ പൈസ കളഞ്ഞു പോയതാണ്. അങ്ങനെ ഞാൻ പൈസ എടുക്കുമ്പോൾ എടുക്കുന്നൊരു വണ്ടിക്കാരൻ കാണുന്നത്. അപ്പോൾ ഓല കണ്ണും പഠിച്ചമ്പലം മറച്ചു. നോക്കണം, എനിക്കുള്ള പൈസയാകും, ഞാൻ അധ്വാനിച്ച, ഞാൻ കഷ്ടപ്പെട്ട എൻ്റെ പൈസ. തീരത്തും തണുപ്പത്തും കഷ്ടപ്പെട്ട് പണിയെടുത്തൊരു പൈസ എന്ന് പഠിച്ചമ്പലം എനിക്കറിയാം. പിന്നെ അത് മാത്രമല്ല, ആ പൈസയിൽ എഴുതിയത് എൻ്റെ അന്നത്തിൻ്റെ പേരാണ്, എനിക്കുള്ള അന്നമാണ്, എങ്കിൽ നഷ്ടപ്പെട്ടു പോകില്ല. ഒരാൾക്ക് താഴേക്ക് നോക്കിയാൽ കാണുന്ന രൂപത്തിലാണ് പൈസ കിടക്കുന്നത്. ഒന്നാലോചിച്ച് ഞെട്ടിപ്പോയി ഞാൻ അത് കിട്ടിയപ്പോൾ. ആ ഒരു നേരത്തെ ആ സന്തോഷം നമ്മളൊന്നാലോചിച്ച് എത്രത്തോളം ഉണ്ടാവും. ആ പൈസയുമായി ഞാൻ തിരിച്ച് നേരെ ആ ഷോപ്പിലേക്ക് പോയി ആ സാധനം വാങ്ങി. അൽഹംദുലില്ലാഹ് ഏട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ സന്തോഷമായി ആഘോഷിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, അള്ളാഹു നമുക്ക് തന്ന കാര്യം അത് നമുക്ക് മാത്രമാണ്. എനിക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ അതെനിക്ക് വിധിച്ച പൈസ ആയിരിക്കില്ല, അത് വേറെ അർഹതപ്പെട്ട ആളുണ്ടാവും അതെടുത്ത് പോകാൻ. അപ്പോൾ വിധിയിൽ വിശ്വസിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.